അപ്പോൾ RTO എൻഫോഴ്സ്മെൻറ്റ് ഭയങ്കരമായിട്ടുള്ള ചെക്കിങ്ങുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 ദിവസത്തിനകം ബസ്സിൻ്റെ മ്യൂസിക് സിസ്റ്റം, ബസ്സുകളിലുള്ള മ്യൂസിക് സിസ്റ്റവും വീഡിയോ സിസ്റ്റവും TV അതുപോലെയുള്ള സൗണ്ട് സിസ്റ്റം, ചെണ്ട എല്ലാം നോക്കിക്കോ, പിന്നെ നോക്കി വെച്ചോ. കാരണം എന്ന് വെച്ചാൽ ചെണ്ട എന്ന് പറഞ്ഞാൽ JBL അതുപോലെയുള്ള ആംപ്ലിഫയർ, പിന്നെ നല്ല വാട്സുള്ള വൂഫർ കാര്യങ്ങളും ഒക്കെ എല്ലാം അഴിച്ചു വെക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ മിന്നൽ പരിശോധനയൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ പിന്നെ സാധ്യതയുണ്ട്, ഇപ്പോൾ പരിശോധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അമിതമായിട്ടുള്ള ശബ്ദത്തിൽ വണ്ടി ഓടിച്ച് പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇതിൻ്റെ കൂടാന്ന് വെച്ചാൽ എയർ ഹോണുകൾ, അതുപോലെ ലൈറ്റുകൾ, സൈഡ് പാനൽ ലൈറ്റുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ എന്തായാലും ചെക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഒരു ഡിയോ കണ്ടിരുന്നു, ഡിയോ വണ്ടി. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ അതിന് 2 ഭാഗത്തും ഫോഗ് ലൈറ്റ്, 2 സൈഡിൻ്റെ ഭാഗത്തായിട്ട് 2 ഫോഗ് ലൈറ്റ്, ഫ്രണ്ടിലൊരു ഫോഗ് ലൈറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ ഒന്നും കേരളത്തിലൊന്നും അല്ലാന്ന് തോന്നുന്നു വണ്ടി വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മളെ പിന്നെ നാട്ടിൻപുറത്തുള്ള വണ്ടി തന്നെയാണ്. പുള്ളിക്ക് ഇതിനോടുള്ള ഒരു ക്രൈസും ഉണ്ട്. ഞാൻ എന്നിട്ട് പറഞ്ഞ് വെറുതെ വെക്കാൻ നിൽക്കണ്ട, ഫോഗ് ലൈറ്റിനെല്ലാം നല്ല വിലയാണ് വരുന്നത്. അതായത് 5000 രൂപയാണ് വരുന്നത്, ഒന്നിന് 5000 രൂപയെന്നാണ്. അപ്പോൾ 5000 5 5 10 കിട്ടിയാൽ ആകെ അക്കൗണ്ടിലുള്ളത് ആകെ 10,000 ഉണ്ടാവും, 10 5 ഉണ്ടാവും. അത് മൊത്തം അങ്ങ് പോയി കിട്ടും. എന്നാലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ നമുക്ക് നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ ലൈറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതൊന്നും അവിടെ കേൾക്കാൻ പോകുന്നില്ല. ഇതൊക്കെ നിയമവിരുദ്ധത്തിൽ തന്നെയാണ് വരുന്നത്, എക്സ്ട്രാ ലൈറ്റുകളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഈ കഥ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രശ്നം എടുത്തിട്ടെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കൂടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിൽ അതിനും പിടിവിടും. ചുരുക്കി പറഞ്ഞാൽ ബസ്സിൻ്റെ പൈസ തന്നെയാവും നിങ്ങൾ കൊടുക്കുന്ന പിഴ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, മാക്സിമം ശ്രദ്ധിച്ചിട്ട് പിന്നെ അയച്ചു വെക്കേണ്ടതൊക്കെ അയച്ചു വെക്കുക.